ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ കസിൻസിനെ എല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങളൊരു ജസ്റ്റ് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് കോഴിക്കോട് പോകും. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഇനി നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ വന്നിട്ട് നമുക്ക് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കോഴിക്കോട് ഔട്ടിങ്ങിന് പോകുമ്പോൾ മേക്കപ്പ് ചാലഞ്ച് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. നല്ല രസം ഓട്ടോറിക്ഷ പോകുമ്പോൾ എന്താ പറയുക, അടിപൊളി ഒരു ഞങ്ങൾ നേരെ കോഴിക്കോട് ാണ് ഉള്ളത്. അതേപോലെ നെസ്റ്റോൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് വാച്ച് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിന് വാങ്ങാൻ കിട്ടിയാണ്. ഹായ് വന്ന ഹായ്. അപ്പോൾ നമ്മളെ നെസ്റ്റോൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇവിടെ വാച്ചിനൊക്കെ ഓഫറുണ്ട്, ഷാൾസ്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ നിന്നൊന്നും എടുക്കണേ. എൻ്റെ അടുത്താത്ത ഒരാളെ കാണാൻ വന്നതാണ്. ഇവിടുത്തെ അവസ്ഥ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലത്തെ നെസ്റ്റോലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഞാൻ എൻ്റെ മേമാൻ്റെ ചെറിയ കുട്ടിയുടെ കാണിച്ചു തരാം. ഹായ്. ഓക്കെ, അതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ടി വി കണ്ടിട്ടാണോ ഇനി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് ഇനി കുറേ സെക്ഷൻസ്ക്ക് പോകാനുണ്ടല്ലേ. ഞങ്ങൾ രണ്ടാളും ഒറ്റക്ക്, ഞങ്ങൾ മൂന്നാളും മനസ്സിലാൻ പറ്റും. ഞങ്ങൾ മൂന്നാളും ഒരു ഗ്യാങ്ങായിട്ട് സ്ഥലത്ത് പോവുകയാണ്. എല്ലാ സ്ഥലത്തേക്കും ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ടി വിൻ്റെ ഒരു സെക്ഷനിലായിട്ട് പോവുകയാണ്. ഇവിടെ ഫുള്ള് ടി വിയാണ്. ഗൈസ് ഞങ്ങൾ ഗ്യാങ്ങിൽ ഒരാളും പാടിയുണ്ട്. ഷെസ് പോവാ ഇവിടെ. ഓക്കെ, ഞങ്ങളിവിടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ വെക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സാധനം പറയും മുട്ടായി സ്ഥലമല്ല. ഇതെന്താണെന്നൊക്കെ അറിയില്ല, എന്തോ ഒരു സാധനം അത്ര ഉള്ളു. അപ്പോൾ ഗൈസ് ഞാനും കുറേ ചോക്ലേറ്റ് പർച്ചേസ് ചെയ്തല്ലേ. ഞാനും അവളെ കുറേ ചോക്ലേറ്റ്സും വാച്ചസും ഷാൾസൊക്കെ പർച്ചേസ് ചെയ്തു. ഷാൾക്ക് ബർത്ത്ഡേ കുറേ മുട്ടായി സെക്ഷൻസ് ഉണ്ട്. ഞാനിതാ ഡയറി മിൽക്സ് ഒക്കെ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ കുറേ മിഠായിസ് സെലക്ട് ചെയ്തു. ഈ മിഠായി ഞാൻ എടുത്തു. പിന്നെ ഡയറി മിൽക്ക്, സിൽക്ക് ബബ്ലു പിന്നെ എടുത്തു. നമുക്ക് ഓടി പോകാം. നമുക്ക് നേരെ ഒക്കെ എടുത്തു. ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ടോയ്സ് എടുത്തു. നമുക്ക് ഒക്കെ ഒരു ട്രോളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ അടുത്തൊക്കെ ഒന്ന് പോവാം. അതെ, ഞാൻ ഉമ്മമാനെ പരിചയപ്പെടുത്തിയിട്ട് രസമാണ് എൻ്റെ ഉമ്മമ്മ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ എടുക്കണം. പിന്നെ ഞാനൊരു ക്രീം എടുത്തു. ഞങ്ങൾ ഈ ഒരു സ്പൈസിലാണ്. പിന്നെ ഇവിടെ തന്നെ പിന്നെ ഞാൻ നിങ്ങൾ ചോദിക്കാൻ എന്താ എൻ്റെ ഡ്രസ്സ് മാറിയെന്ന്. ഷെയ്സാൻ്റെ ഭാഗമായിട്ട് ഓർക്കുമ്പോൾ അത് ആര് ഷെയ്സാന്നല്ല, നമ്മളവിടെ ഷെയ്സ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഒരു ഗ്യാങ്ങാണ്. നമ്മൾ വാഷ് മീസ് ഉള്ള സ്ഥലത്താണ് ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ ഇട്ടറിന് പോയി. ഞങ്ങളിവിടെ തുള്ളി ചാടി ചാടി എന്തെങ്കിലും കാണുക. ക്രീമൊക്കെ ഉണ്ട്. ഓറഞ്ച് സാധനങ്ങളും കയ്യിൽ ഇരിക്കുകയാണ്. ഷെസ്രയാണ് മുന്തനാള്. നിങ്ങൾക്ക് പെർഫ്യൂംസ് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. കാര്യങ്ങൾ ഇവിടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഈ ഒരു സാധനം ഉണ്ട്, ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് വെറും വേണമെന്നുണ്ടെങ്കിൽ ഈ വെറും സാധനമുണ്ട്. അതേപോലെ വന്നതാണ് ക്ലോസപ്പ്. അതൊരു പട്ടുണ്ട്, ഒന്നും എടുക്കണമല്ല. ഇത്
അങ്ങനെ ഗൈസ് നിങ്ങൾക്ക് 119 രൂപക്ക് എത്ര സെറ്റ് ബ്രഷ് കിട്ടും? 4 ഓക്കെ, അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇവിടെ എത്ര ഉള്ളൂ? ഇവിടെ ഇത് അത് കഴിഞ്ഞു. പാത്രം പൊട്ടുന്നതൊക്കെ തരുന്ന പാത്രം സ്പൂണാണ്. അപ്പോൾ നെക്സ്റ്റ് പാൻസ് ഒക്കെ ഉണ്ട്. കുറേ ടോയ്സ് ഒക്കെ ഉണ്ട്. JCB ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ബോയ്സിൽ പെട്ടതല്ല, അതുകൊണ്ട് ലഞ്ചിൻ്റെ സാധനങ്ങളൊക്കെ വാട്ടർ ബോട്ടിൽസ് ലൈക്ക് അങ്ങനത്തെ ഒക്കെ കാണിച്ചു തരാം. എൻ്റെ പൊന്നെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ കാണുന്നത്. ബഹ്റൈനിലും ഉണ്ട്, പക്ഷേ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ്. കുറേ സാധനങ്ങളുണ്ട്. ഈ സാധനം ഇങ്ങനത്തെ സിമ്പിൾ ബോട്ടിൽസ് ഉണ്ട്. സിമ്പിൾ ബോട്ടിൽസ് വേണ്ടവർക്ക് കാണിച്ചു കൊടുത്താൽ അങ്ങനത്തെ സിമ്പിൾ ബോട്ടിൽസ് ഉണ്ട്. കോളേജിൽ നമ്മൾ കാണിച്ചു തരുന്നത് പെൻസ് അങ്ങനത്തെ ഒക്കെയാണ്. പിന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സ്റ്റിക്കി നോട്ട്, ഈസിയാണ് വീട്ടിൽ ഉണ്ടാക്കാൻ. ഷോപ്പിനോട് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ എന്തായാലും പാടി ഒരു സ്ഥലത്ത് നിന്ന് വീണു അല്ലേ. നല്ലൊരു അടിപൊളി JCB ഉണ്ട് ഇവിടെ.